ക്രിസ്ത്യൻ ബ്രദറൻ ഗോസ്പൽ മിനിസ്ട്രിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചു മഹാപീഡനം അല്ലെങ്കിൽ മഹോപദ്രവകാലം അല്ലെങ്കിൽ മഹാകഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യം ബൈബിളിൽ പറയുന്നുണ്ടോ, അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണ്, ഈ വിഷയങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് പുതിയ നിയമസഭയ്ക്ക് ഉള്ളതല്ല. അത് നാം ചിന്തിച്ച കാര്യമാണ്. പുതിയ നിയമസഭയെ ഒരിക്കലും മഹാപീഡനത്തിലൂടെ കർത്താവ് കടത്തിവിടുകയില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പുതിയ നിയമസഭ കർത്താവിൻ്റെ മണവാട്ടിയാണല്ലോ. കർത്താവിൻ്റെ മണവാട്ടിയെ ഇങ്ങനെ ഒരു പീഡനത്തിലൂടെ കർത്താവ് കടത്തിവിടുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? സാധാരണ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കറിയാം, ഒരു പുതുമണവാട്ടി എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അല്ലെങ്കിൽ ആ സഹോദരി യാതൊരു നിലയിലും ഒരു വേദന അനുഭവിക്കരുത്, വിഷമം അനുഭവിക്കരുത്. അവരെ മാക്സിമം സന്തോഷിപ്പിക്കണം. ആദ്യ നാളുകളിലെങ്കിലും ഭർത്താക്കന്മാർ അതിനുവേണ്ടി ശ്രമിക്കും. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ആദ്യ നാളുകളിലല്ല, എന്നും എന്നേക്കും തൻ്റെ മണവാട്ടിയായ സഭയെ പീഡനങ്ങളിലൂടെ കടത്തിവിട്ട് ആ സഭയെ വേദനിപ്പിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്കൊരു ന്യായവുമില്ല. തന്നെയല്ല, നമുക്കറിയാം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനം കൊണ്ട് വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം എന്നിവയില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും വേണ്ടി അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം മനോഹരമായ നിലയിലാണ് കർത്താവ് തൻ്റെ മണവാട്ടിയെ, ആ സഭയെ പാലിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സഭയെ കർത്താവ് ഒരു മഹാപീഡനത്തിലൂടെ കടത്തിവിടും എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം ഓടി വന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം നാം വായിക്കുമ്പോൾ 39 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ വിശുദ്ധന്മാരായിരിക്കുന്ന അനേകരെ കുറിച്ച് പറയുന്നുണ്ട്. ഹാബേൽ മുതൽ ശമൂവേൽ വരെയുള്ള ആളുകളെ പേരെടുത്തും അതുപോലെ അത് കൂടാതെ ചില ആളുകളെ വ്യംഗ്യമായ നിലയിലും ഒക്കെ ആ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന എന്താണ്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, അവർ, നാം. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടു കൂട്ടരും ഒന്നാണെങ്കിൽ പിന്നെ അവർ, നാം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവർ എന്ന് പറഞ്ഞിട്ട് നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, ഡബിൾ നെഗറ്റീവാണ് അവിടെ വരുന്നത്. അവർ നമ്മെ കൂടാതെ എന്ന് പറയുമ്പോൾ നമ്മെ കൂടാതെ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്, രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് എന്ന് പറയുന്നത് വേറൊരു നെഗറ്റീവ്. അപ്പോൾ ഈ രണ്ട് നെഗറ്റീവും കൂടെ വരുമ്പോൾ അവിടെ പോസിറ്റീവായി. അതിൻ്റെ അർത്ഥം അവർ നമ്മോടുകൂടെ മാത്രമേ രക്ഷാപൂർത്തി പ്രാപിക്കുകയുള്ളൂ. അത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരുമിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമാണ് അവിടെ വിവക്ഷിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതെന്തുമായിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറയാൻ വന്നത്, എന്തായാലും അവരെക്കാൾ ഒന്ന് മെച്ചമായൊരു കരുതൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ കഷ്ടകാലം, നമുക്ക് യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഏതു പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏതു മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം
അത് വലുതായിരിക്കുന്നു കഷ്ടം. ഇനി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഞാനിപ്പോൾ ഈ വാക്യം വായിക്കാനായിട്ട് കാരണം, യാക്കോബ് എന്നിവിടെ പറയുന്നത് പഴയ നിയമ ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണ്. യാക്കോബിന്റെ മക്കളാണല്ലോ ഇസ്രായേൽ. അതുകൊണ്ട് പഴയ നിയമത്തിൽ പലയിടത്തും യാക്കോബ് ഇസ്രായേൽ ഇങ്ങനെ മാറി മാറി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വാക്ക് ഓർപ്പിക്കട്ടെ. ഇത് യാക്കോബിന്റെ കഷ്ടകാലമാണെങ്കിൽ, ഏത് ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത്, മഹാപീഡനകാലം എന്ന് പറയുന്നത് യാക്കോബിന്റെ കഷ്ടകാലമാണെങ്കിൽ അതെങ്ങനെ പുതിയ നിയമവിശ്വാസിക്ക് ബാധകമാകും? ഒരിക്കലും ബാധകമാകത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു, ഇത് പുതിയ നിയമവിശ്വാസിക്ക് ബാധകമായ ഒരു കാര്യമല്ല. തന്നെയല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് 6-ാം അധ്യായം മുതലാണ് മഹാപീഡനകാലം ആരംഭിക്കുന്നത്. കുഞ്ഞാട് മുദ്രകളിൽ 1-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങി 7 മുദ്രയുടെ കാര്യം, പിന്നെ 7 ക്രോധ കലശത്തിന്റെ കാര്യം, 7 കാഹളത്തിന്റെ കാര്യം, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ മഹാപീഡനത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന അധ്യായങ്ങളിലെങ്ങും സഭ എന്നൊരു വാക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, 2ഉം 3ഉം അല്ലെങ്കിൽ 1ഉം 2ഉം 3ഉം അധ്യായങ്ങളിൽ പറയുന്ന സഭ എന്തിയെ? ആ സഭയ്ക്ക് എന്താ സംഭവിച്ചേ? പ്രിയപ്പെട്ടവരെ, ആ സഭ 4-ാം അധ്യായത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഇനി സഭ എന്ന വാക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് എവിടെയാണെന്നറിയാമോ? 22-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 22-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം: യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാണ്. നോക്കുക, ഇവിടെയാണ് പിന്നീട് സഭ എന്ന വാക്ക് വരുന്നത്. അപ്പൊ എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 4 മുതൽ 22 വരെയുള്ള 22-ാം അധ്യായത്തിന്റെ 16 വരെയുള്ള വാക്യങ്ങളിൽ സഭയെക്കുറിച്ച് ഒരു പരാമർശം പോലും നാം കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഭ അന്ന് ഭൂമിയിലില്ല, കർത്താവിനോടുകൂടെ സ്വർഗത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഒരു കാര്യം ചേർത്തെന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് പലർക്കും ഒരുപക്ഷെ ഒരു സംശയം ഉണ്ടാകാം, ബ്രദറെ, അപ്പൊ സഭയെക്കുറിച്ച് പറയുന്ന പലയിടത്തും കഷ്ടതയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കഷ്ടത ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. വളരെ ശരിയാണ്. യേശു കർത്താവാണ് ആദ്യമായിട്ട് ഈ കാര്യം പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ആദ്യം സഭയ്ക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. അതുപോലെ നാം താഴോട്ട് വരുമ്പോൾ പിന്നീടും നാം വായിക്കുന്നുണ്ട് പൗലോസിന്റെ വാക്കുകൾ. അപ്പോസ്തല പ്രവൃത്തി 14:22 നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് നാം കാണുന്നുണ്ട്. ഇനിയും ചില വാക്യങ്ങൾ എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. റോമർ 5:3 നാം കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. വീണ്ടും റോമർ 8:35 കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുകയില്ല. യോഹന്നാൻ അതുപോലെ റോമർ 12:12, 2 കൊരിന്ത്യർ 1:1, എഫേസ്യർ 3:13, 2 തെസ്സലോനിക്കർ 1:4, റെവലേഷൻ 1:9. ഈ വാക്യങ്ങളിലൊക്കെ വിശ്വാസികളുടെ കഷ്ടത 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 എന്ന് പറയുന്നു. ഞാനൊരു വാക്ക് ഓർപ്പിക്കട്ടെ, വിശ്വാസികൾക്ക് കഷ്ടതയുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവമക്കൾക്ക് കഷ്ടതയില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ട്, കഷ്ടതയുണ്ട്. പക്ഷെ അത് നമ്മൾ ആദ്യം വായിച്ചില്ലേ, ഇതുവരെ നടക്കാത്തതും ഇനി നടക്കയില്ലാത്തതുമായ മഹാകഷ്ടം എന്ന പ്രയോഗം
അവിടെ എങ്ങുമില്ല. നമുക്ക് മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ 21 വാക്യം ഒന്ന് നോക്കാം. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം, ഗ്രേറ്റ് ട്രിബുലേഷൻ, പ്രിയപ്പെട്ടവരെ, അത് നമുക്കില്ല. ബാക്കിയുള്ള കഷ്ടതകളൊക്കെ നമുക്കുണ്ടാവും. എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടാകും. യാക്കോബ് പറഞ്ഞു, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അശേഷം സന്തോഷം ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതിനെ സന്തോഷമായിട്ട് എണ്ണുവീൻ എന്ന് യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഷ്ടതയുണ്ട്, പരിശോധനയുണ്ട്, പരീക്ഷയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിക്കാത്തതും ഇനി മേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം നമുക്കില്ല. അത് ദൈവസഭയ്ക്കില്ല എന്ന് ഒന്നുകൂടെ ആമേൻ ആമേൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിനോട് യാത്ര പറയുന്നു. ദൈവം നിങ്ങളെ